ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് വാർ മാസ്റ്റർ എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് വാക്കുകളുണ്ട്. അപ്പോൾ വൈകാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണമേ എന്ന് പറയാൻ തുടങ്ങുകയാണ്. ഇത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇതിലിപ്പോൾ നമ്മൾ ചാവാൻ പോകാമെന്ന് വെച്ച് തോന്നുന്നു. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ സൈനികൾ കുറവായത് കൊണ്ട് ഇതിൽ കുറേ ആൾക്കാരുണ്ടായത് കൊണ്ട് നമുക്ക് തല്ലിടാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരായിട്ട് കൊല്ലാൻ നോക്കണം. പക്ഷേ എന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കണം. പൈസ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ പുതിയത് നമ്മൾ മുമ്പിൽ കാണുന്ന ഈ വിസയിൽ എപ്പോൾ വേണമെങ്കിലും ലോഞ്ചാക്കാൻ വേണ്ടി ടൈമിങ് സെറ്റ് ചെയ്തിരുന്നു. ഇനി സെയിം സെറ്റ് ചെയ്തിട്ട് ഇനി അര സെക്കൻഡോ അര മിനിറ്റോ കഴിഞ്ഞാൽ ഒന്ന് ലോഞ്ചാവും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുവരെ നിങ്ങൾ ഇത് എടുത്ത് വാങ്ങി പൈസ എടുത്ത് ഷീൽഡിൻ്റെ പൈസ കൂട്ടി വെച്ച് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും ആൾക്കാരെ കൂട്ടിയിട്ട് പുതിയത് ആ കൂട്ടി താത്തിയിട്ടല്ല നമുക്ക് ഇതിന് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ പറഞ്ഞ ലെവൽ കൂട്ടണം. 3 ലെവലായ പിന്നെ പുതിയ ലെവൽക്കൊക്കെ നല്ല ഹാർഡ് ലെവൽ കൂടുന്നതിനായി നോക്കി. അതുകൊണ്ട് എല്ലാവരും പൈസ കൂട്ടിയിട്ടില്ല. പൈസ എടുത്താലും വിളിച്ച് പുതിയ ആൾക്കാരെ വിളിച്ചാലും സാധനം കൊടുക്കാനേ പറ്റുള്ളൂ. ഈ ചിന്നിയും മിനിറ്റുകളുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റാർട്ടാകാൻ സാധ്യതയുള്ളൂ. ഇതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഗെയിം ഒരു വട്ടം കളിച്ച് നോക്കണം. ഇപ്പോൾ ഞാൻ നല്ല രസമുള്ള ഗെയിമാണ്. ഇതിനിടയ്ക്ക് ലെവൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ കളിച്ചിരിക്കും. ഞാനെന്നും പുതിയ ഗെയിമും കൊണ്ട് തിരിച്ചു വരും. എന്നും ഇത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ്. അല്ല, സബ്സ്ക്രൈബർ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 50 സബ്സ്ക്രൈബറും കിട്ടണം എന്നാണ്. എല്ലാവരും 50 സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കളി ശരിയായിക്കൊണ്ടാണ്. നമ്മളിപ്പോൾ യുദ്ധത്തിന് പോവാണ്. ഇത് 4-5 ആൾക്കാരുണ്ട്. ഇവരെ കൊന്നാൽ ചിലപ്പോൾ നമുക്ക് പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. പൈസ കിട്ടുന്നത് ഗോൾഡ് കോയിന് കുറച്ച് കൂടുതലാണ്. പക്ഷെ സിൽവറാണ് നമുക്കിപ്പോൾ അധികം വേണ്ടത്. സിൽവർ ഇപ്പോൾ കുറച്ച് കിട്ടുന്നുള്ളൂ. എന്തായാലും ഇവരൊക്കെ കൊല്ലണം. അതിനിപ്പോൾ ആ സാധനം ലോഞ്ചായേ പറ്റുള്ളൂ. അതിന് നമ്മൾ പുതിയ സെറ്റ് മേടിച്ച് ക്യാബ് മേടിച്ചിട്ട് ക്യാബിൽ നിന്ന് ഒരുപാട് ആൾക്കാരെടുക്കാം. ഒരുപാട് ഷീൽഡിൽ കുറവാണ്. ഷീൽഡിൽ നമുക്ക് പൈസ അല്ല കഞ്ചിന്. ഇപ്പോൾ മാക്സ് ലെവലായിരിക്കുന്നു. മാക്സ് ലെവലായിക്കൊണ്ട് നമ്മളിപ്പോൾ അറ്റാക്കിന് പുറപ്പെടാൻ വന്നാൽ ഫുള്ളാവിന് കുറച്ചേരും കൂടി ഉള്ളൂ. അതുവരെ നമുക്ക് ഇവരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കാം. അറ്റാക്കിന് പുറപ്പെടാൻ നിന്നാൽ ഒരു തല്ലുകൊണ്ട് 6 ആൾക്കാരെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈസ കണ്ടു അത് എടുക്കാമെന്ന് കരുതി. ഇവരെത്ര പെട്ടെന്ന് കൊല്ലമാണെങ്കിൽ ആ ലോഞ്ചാവാൻ കുറച്ച് നേരം കൂടെ ഉള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും കൊന്നു. ഇനി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഈ കൊടി വീഴ്ത്തി നമ്മളെ കൊടി ഇവിടെ താഴ്ത്തണം. അപ്പോൾ പൊന്തിച്ച് ഇത് കളിയിൽ ജയിച്ചിരിക്കുന്നു. ഇപ്പം നമ്മൾ ലെവലൊന്ന് കൂട്ടിയാണ് തോക്കിൻ്റെ ലൈഫിൻ്റെയും സ്പീഡിൻ്റെയൊക്കെ അങ്ങനെ ഇത് കൂട്ടി. ഇനി അത് കുറച്ചും കൂടി ഉള്ളൂ. ഇനി കുറച്ച് സെക്കൻഡ്സ് കൂടി ഉള്ളൂ. അതുകൊണ്ട് വരാൻ തുടങ്ങി. ഇനി കുറച്ച് സെക്കൻഡ്സ് കൂടി വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ റെഡി കൊടുക്കണില്ല. റെഡി കൊടുത്താൽ പുതിയ സ്ഥലത്തേക്ക് പോകും. അതിന് പകരം ഞാൻ ആ വിസയിൽ ഇപ്പോൾ നിർത്തി കുറേ ആൾക്കാരെ കൊല്ലാൻ പോയി. ഇവരെ കൊന്നാലും ഞാൻ ജയിച്ചുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും കളി ജയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ കളി നിർത്തുന്നു. അപ്പോൾ അടിച്ചു അവരെല്ലാവരും കൊന്നു. ഇതുകൊണ്ട് ഈ കളി നിർക്കാൻ പോകുന്നു. അപ്പോൾ ഈ കളി നിർത്തി. ബൈ. എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.